എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാൻ പാല് അടുപ്പിൽ വെച്ചതാണ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണം. ഇപ്പൊ മീനിക്കൂട്ടം വരുമ്പോഴേക്ക് ചായ ഉണ്ടാക്കണം. അവൻ ചായ കഴിക്കില്ല, എന്നാലും ചായ ഉണ്ടാക്കണം. അപ്പൊ മേപ്പയിൽ പോയപ്പോണ്ട് ഇന്ന് മീൻകുട്ടൻ വരുമ്പോഴേക്ക് പ്രത്യേകിച്ച് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ പുറത്ത് പോയതുകൊണ്ട്. അപ്പൊ ഞാൻ ബെന്നും കുറച്ച് നട്ട്സും ഒക്കെയാണ് അവൻ ഇന്ന് കൊടുത്തത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക. അപ്പോൾ നാളെ ഇഡ്ഡലിയാണോ ദോശയാണോ എന്നുള്ള തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കും, മൂഡ് പോലെ ഇരിക്കും. ചിലപ്പോൾ ഇഡ്ഡലി ആയിരിക്കും, ചിലപ്പോൾ ദോശയായിരിക്കും. എന്തായാലും കറി സാമ്പാർ തന്നെയായിരിക്കും കൂട്ടാൻ. സാമ്പാറും ചട്നിയും. എനിക്ക് ഇഡ്ഡലി ദോശ ഇതെല്ലായിരിക്കും ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്കൊക്കെ മാവൊക്കെ അരച്ച് എല്ലാം പാത്രത്തിലാക്കി അടച്ച് വെച്ചു. അപ്പോഴാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞങ്ങളൊരു സാധനം ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു. ഇത് മാറാല തട്ടുന്ന സാധനം കേട്ടോ. അപ്പോൾ ഈ ഫാൻ്റെ മുകളിലേക്കൊന്നും നമുക്ക് എത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ മാറാലയൊക്കെ തട്ടാന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഇത് വാങ്ങിയതാണ്. അപ്പോഴത്തെ അവനത് പെട്ടെന്ന് തുറക്കാനുള്ള തിരക്കാം. അപ്പം അത് തുറന്ന് അതിലെ സാധനങ്ങളൊക്കെ നോക്കുക. ഞാൻ വിചാരിച്ചത് പൊട്ടിപ്പോയതാണ് അവനെടുക്കും. അത് 2 പീസായിട്ടാണ് വന്നത്. അപ്പോൾ അതാ ടേബിളിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി അവനതൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു തിരക്കാണ്. കുഴപ്പമൊന്നുമില്ല, വലിയ നല്ല സാധനമാണെന്നൊന്നും പറയാനില്ല. ഒരു സാധനമൊന്നുമില്ല സാധനം. അത് കഴിഞ്ഞ് കുറേ ദിവസമായി മഴയായതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, പതുക്കെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇവിടെ കാന്താരി മുളക്, ഞങ്ങളെ ചെറിയ മുളകില്ലേ, ചീരാമുളക് എന്നൊക്കെ ഞങ്ങൾ പറയും. അപ്പോൾ അതൊക്കെ തീരെ ഉണ്ടായിരുന്നില്ല വീട്ടിൽ കേട്ടോ. ഞാനത് എൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന് നട്ടത്. ഇപ്പം അതിന് നിറച്ചുണ്ട്. ഞങ്ങൾ അധികം കൂട്ടാറില്ല, വയറിങ്ങനെ പുകയും. അത് കൂട്ടിയാൽ അതുകൊണ്ട് അങ്ങനെയൊന്നും എടുക്കല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ എടുക്കും. ഇപ്പം കപ്പ വെക്കുമ്പോഴോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങൊക്കെ വാങ്ങുമ്പോഴൊക്കെ അതിന് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് അത് എടുക്കരുത്. പിന്നെ പറമ്പിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കി. ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്നല്ലേ, തേങ്ങയൊക്കെ വീഴുന്നുണ്ടോ എന്നൊക്കെ നോക്കി. നമുക്ക് നനഞ്ഞ് കിടക്കുക, ചകിരി മൊത്തം നനഞ്ഞു പോയി. അപ്പം നോക്കി വെച്ചാൽ മഴ സമയത്തായിരുന്നു തേങ്ങ പൊളിച്ചത്. അപ്പോൾ ആ ചെടി അവിടെ ഇടുക എന്നല്ലാണ്ട് നമുക്ക് അകത്തേക്ക് എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ തെങ്ങൊക്കെ തുറന്നിട്ട് തൂപ്പിടാൻ വേണ്ടിയിട്ട് പിന്നെ പ്ലാവിൻ്റെ ഇത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പ്ലാവിൻ്റെ കൊമ്പൊക്കെ കൊത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൊമ്പ് ഒക്കെ നനഞ്ഞു കിടക്കുക. എല്ലാം മഴയത്ത് ചെയ്തുകൊണ്ട് തന്നെ വിറകുകളൊക്കെ നനഞ്ഞു കിടക്കുക. ഇപ്പം നനഞ്ഞത് നമുക്ക് വിറകൊക്കെ എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു 3 കള്ളി മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് നോക്കണമെന്നുണ്ടായിരുന്നു. മഴ പെയ്തിട്ട് മഞ്ഞളൊക്കെ എന്തായിപ്പോയി നോക്കണ്ടേ. അപ്പൊ നോക്കുമ്പോൾ മഞ്ഞളൊക്കെ ഒരു കള്ളിയിലെ മഞ്ഞൾ നിറച്ചുണ്ടായിട്ട് ഒന്നിൽ ഒറ്റയൊന്നാ കാണുന്നത്, മറ്റേലൊന്നുമില്ല. 3 കള്ളിയിൽ ഒന്നിൽ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു മഴ പെയ്തിട്ട് അതൊക്കെ വെള്ളം പൊന്തിപ്പോയോ. അങ്ങനെ നോക്കി ഓരോന്നോരോന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ പിന്നെയും നടന്നു. തേങ്ങ വീഴുന്നുണ്ടോന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ തേങ്ങയൊന്നും വീണില്ല. ഓരോന്ന് കാറ്റിന് വീഴുന്ന ഒച്ച കേൾക്കാം. പിന്നെ കൊതുക് കടിച്ചിട്ട് പറമ്പിൽ നിൽക്കാനും പറ്റുന്നില്ല. അങ്ങനെയല്ലേ, അങ്ങനെ പച്ചപ്പും ഒക്കെ കൂടെ ആയിട്ട് ഭയങ്കര കൊതുകാട്ടോ. ഇതാ ഞങ്ങളെ കുളം. അടുത്തുനിന്ന് നോക്കാം, പക്ഷെ കാട് മൂടിയിട്ട് ഇപ്പോൾ കാണുന്നില്ല. നിറച്ച് വെള്ളം ഉണ്ട്. ഉപയോഗശൂന്യമായ ഇതാണ്, ഉപയോഗിക്കാറില്ല. അത് കഴിഞ്ഞ് മിൻകൂട്ടന് എഴുതാനുണ്ട് പറഞ്ഞിട്ട് സയൻസാണ് എഴുതുന്നത്. നാളെ കണക്കിൻ്റെ പരീക്ഷ ഉണ്ട്. അപ്പോൾ അവനത് എഴുതിയൊക്കെ വെച്ച് എഴുതലൊക്കെ കഴിഞ്ഞു. കണക്ക്, ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടായിരുന്നു എഴുതാനും വായിക്കാനും. അപ്പം അതെല്ലാം കഴിഞ്ഞ് അവൻ എഴുത്ത് പരിപാടിയിലേക്ക് കൊണ്ടിരിക്കും. ഇനി ഞാൻ ചപ്പാത്തിക്ക് തക്കാളി കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. തക്കാളി കറി എന്ന് പറഞ്ഞാൽ ഞാനിവിടെയൊക്കെ ഹോട്ടലുകളിലൊക്കെ കഴിച്ചതാണ്. അതെനിക്ക് നല്ല ഇഷ്ടമായി. ഞാനൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് കടുകിട്ട് കൊടുക്കും. കരിവേപ്പില എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കരിവേപ്പില ഇടാത്തത്. ഒരു കരിവേപ്പില മരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഉണ്ടായില്ല. പിന്നെ അതൊന്നും ശരിയാവില്ല. അപ്പോൾ ഉരുവ ഇടാൻ പറഞ്ഞത് ഈ കടുകിട്ടിട്ട് പൊട്ടി വരുന്നതിലേക്ക് നമ്മൾക്ക് ഈ ഉരുവ ഇടും. കടുക് പൊട്ടനേ ഇടും, ഇത് ഉരുവ ഇടും. പിന്നെ എന്താ പറയുക, എനിക്ക് എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരുപാട് കണ്ടന്റ് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയ ഒരു ചാനലാണ്.
നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല എല്ലാവരും ചെയ്യണമെന്ന് വീട്ടിൽ വരണം എനിക്കിങ്ങനെ കുക്കിംഗ് വീഡിയോസ് ചെയ്യണം എന്നൊക്കെ വലിയ മോഹമായിരുന്നു. അപ്പൊ അത് നടക്കുമോന്നും അങ്ങനെയൊന്നും അറിയില്ല. ആ ആഗ്രഹം ഞാൻ മനസ്സിലിങ്ങനെ വെച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് മോനും ആ ഒരു ആഗ്രഹം ഉണ്ടായത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഭാഗ്യം എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ആ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് എനിക്കിപ്പോ ഒരു ചാനൽ തുടങ്ങാൻ പറ്റിയത്. അപ്പോൾ എനിക്കിപ്പോ എല്ലാവരും ഇങ്ങനെ മോട്ടിവേഷന്റെ ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. അതേപോലെ എനിക്ക് അതൊന്നും പറയാനോ ചെയ്യാനോ ഒന്നും അറിയില്ല. പക്ഷെ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ രൂപപ്പെടുത്തുകയാണ് തോന്നുന്നത്. ഇപ്പോൾ ഉലുവ ഇട്ടു. ഇനിയിപ്പോൾ ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി ഇട്ടിട്ട് ഒന്നൊന്ന് അധികം ഒന്ന് ചുമന്ന് വരുമൊന്നും വേണ്ട. ഞാനില്ലാത്ത അങ്ങനെ ചുമന്നൊന്നും വരാറില്ല. എനിക്ക് അത്രേ അറിയുള്ളൂ. അതുകൊണ്ടാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആക്കാം. എല്ലാവർക്കും ഇഷ്ടം. ഈ നല്ലോണം ഒന്ന് വഴറ്റി എടുക്കും. ചെറുതൊന്നുമില്ല, ബ്രൗൺ കളറൊന്നും ആക്കാറില്ല. ചെറിയ രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കും. അപ്പൊ നിങ്ങളെല്ലാവരും പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണണം. കണ്ടു കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒക്കെ ചെയ്യണം. അപ്പം അതിന് ഈ സബ്സ്ക്രൈബ് ഒരു ബെല്ലിൽ ചിഹ്നം കാണാം, അത് ഒന്ന് ടിക്കറ്റ് ചെയ്യണേ. എന്നാലല്ലേ ഞാൻ എടുത്തതിൻ്റെ നോട്ടിഫിക്കേഷൻ അത് വരുള്ളൂ. അപ്പം എല്ലാവരും സഹകരിക്കുക. അപ്പൊ എനിക്കൊരു സന്തോഷം. എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടിയൊക്കെ തെറ്റുകൾ ചെയ്യണം എന്നുള്ളൊരു മോഹമുണ്ടാകും. അത് ചെയ്യണം. അതൊക്കെ ഇഷ്ടമാണെന്ന് തോന്നിയാലല്ലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഞാൻ ഇതും കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പൊ ഞാൻ തക്കാളി ഇട്ടുണ്ട്. ഇനിയിപ്പോ ഞാനിത് കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കിയോടെ വെക്കും. നമ്മൾ ഏകദേശം ഒരു 7-7:15 ഭക്ഷണം കഴിച്ചു കഴിയും. ഒരു 9-9:30 ആവുമ്പോഴേക്ക് കിടന്നു കഴിയും. രാവിലെ നേരത്തെ എണീക്കുണ്ടാവും. അപ്പൊ ഒരു 7:30 ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. മോനെ എഴുതെല്ലാം തുടങ്ങി. അതാ സ്കൂളിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ എഴുതാൻ തുടങ്ങി. അവൻ ഓരോന്ന് എഴുതി കഴിഞ്ഞു. ഇനി കുറച്ചു നേരമൊക്കെ വായിക്കും. പിന്നെ കുറച്ചു നേരമൊക്കെ കളിക്കും, കുറച്ചു നേരം ടി വി കാണും. ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ സ്ഥിതി. അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് ഞാൻ ഈ വീഡിയോ ഒന്ന് അതിൻ്റെ കൂട്ടോ. അപ്പൊ ഇതിൽ തക്കാളി ഇട്ടു കേട്ടോ. ഇനിയിപ്പം നല്ലോണം ഒന്ന് വഴറ്റി അതിനിടയിൽ ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് പച്ചമുളക് ഇട്ടുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒരു വേവ് വരില്ലേ? ഈ വേവ് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡിയാവും കേട്ടോ. ഒന്നും കൂടി ഒന്ന് റെഡിയാവണം. ഈ എന്താ പറയാ, നമ്മളെ തക്കാളിയൊക്കെ ഒന്നുകൂടെ വെന്ത് വന്നിട്ട് നല്ലോണം വെന്ത് വന്നാൽ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിക്കും. അങ്ങനെ കഴിയും കറിക്കായി. സിമ്പിളാണ്, മടിയുള്ളപ്പോൾ വേഗം ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സൂത്രം. ഞാൻ ചെറുപയർ വെച്ചാണെങ്കിലും കുറച്ച് പണിയല്ലേ. ഇതൊന്നുമില്ല, വേഗം കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ നോക്കി എളുപ്പത്തിന് വെക്കുകയും ചെയ്യാം. ടേസ്റ്റും ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. പിന്നെ രാവിലത്തെ കടലക്കറി കുറച്ച് ബാക്കിയുണ്ട്. അപ്പം ഇന്ന് അതുകൊണ്ടൊക്കെ സെറ്റാവും. അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. ഇപ്പൊ ഒരു മടിയുള്ള ദിവസമാണ്. അത് ചപ്പാത്തി ഞാൻ കുഴയ്ക്കാനും പരത്താനും ഒന്നും നിന്നിട്ടില്ല. ഞാൻ ആകെ ചപ്പാത്തിക്ക് ഒരു പാക്കറ്റ് തുടങ്ങിയതാണ്. ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തി ഉണ്ട്, എളുപ്പത്തിൽ ചപ്പാത്തി. ഇപ്പം എളുപ്പത്തിലുള്ള ചപ്പാത്തി, എളുപ്പത്തിലുള്ള കൂട്ടാൻ ഇന്നത്തെ ദിവസം അങ്ങനെ അടിപൊളി. ഇപ്പൊ സമയം ഏകദേശം ഒരു 6:20 ആയിട്ടോ. മീൻകുട്ടൻ വിളക്കെത്തിക്കുകയാണ്. വിളക്കെത്തിച്ച് രാമൻ ജീവിക്കുന്ന പോലെയൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് ആള്. പിന്നെ അതിപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും താങ്ക് യു.